ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്, വെൽക്കം ടു പാറൂസ് ഫാമിലി. പുതിയതായിട്ട് ഈ ചാനൽ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പാറക്കുട്ടൻ സ്കൂളിലെ കിഡ്സ് ഫെസ്റ്റിൻ്റെ സെലിബ്രേഷനാണ്. ലെറ്റ്സ് സ്റ്റാർട്ട്. പ്രെയർ സോങ് ആണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത്. അടുത്തത് ഒരു ഉദ്ഘാടനമൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യുകയാണ് പ്രോഗ്രാം. അപ്പോൾ പ്രെയർ സോങ്ങിൻ്റെ അകത്ത് 3 കുട്ടികളാണ് പ്രെയർ സോങ് പാടിയിട്ടുണ്ടായിരുന്നത്. അതിൽ മൂന്നാമത് നിൽക്കുന്നത്, അതായത് റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ആളാണ് നമ്മുടെ ഇതിനകത്ത് താരം. അതായത് നമ്മുടെ ഈ ചാനലിൻ്റെ തന്നെ താരം പാറുക്കുട്ടൻ. പാർവതി എന്നാണ് പേര്. പാറു എന്നാണ് നമ്മൾ വിളിക്കുക. നമ്മൾ വീഡിയോയിൽ അവിടുത്തെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസൊന്നും എടുത്തിട്ടില്ല. കുറച്ച് പോർഷൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ മെയിനായിട്ട് ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ പാറുക്കുട്ടൻ്റെ ഒരു സ്പീച്ചുണ്ട്. ഇത് ആൾ സ്പീച്ചിനും പിന്നെ ഫാൻസി ഡ്രസ്സ് പിന്നെ ഒരു സ്റ്റോറി ടെല്ലിങ് ഇതിനായിരുന്നു ചേർന്നിട്ടുണ്ടായിരുന്നത്. സ്പീച്ചിൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് മൈ ഫാദർ എന്നായിരുന്നു. ഇംഗ്ലീഷിലുള്ള സ്പീച്ചായിരുന്നു. അപ്പോൾ മൈ ഫാദറാണ് അതിൻ്റെ സബ്ജക്റ്റ് വരുന്നത്. ആൾ അത്യാവശ്യം നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടൊക്കെ ഇനി മൺഡേ അറിയാം എങ്ങനെയാണെന്നുള്ളത്. ഈ ഡാൻസ് കളിക്കുന്നില്ലേ, ഈ ആളാണ് നമ്മുടെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. കൂടാതെ കൊറിയോഗ്രാഫറാണ്, ഡാൻസിൻ്റെ കൊറിയോഗ്രാഫറാണ്. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഇദ്ദേഹമാണ് നമ്മുടെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആളുടെ ഡാൻസൊക്കെ കഴിഞ്ഞ് പിന്നെ പിള്ളേരുടെ കലാപരിപാടികൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഐറ്റം കഴിഞ്ഞിട്ട് പിള്ളേരുടെ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മുടെ പാറുക്കുട്ടൻ ഡോക്ടർ വേഷത്തിൽ വന്നിട്ടുണ്ട്. ആൾ കുഞ്ഞിലെ തൊട്ട് പറയുന്നതാണ് എനിക്ക് ഡോക്ടറാണെന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു ഇത് വന്നപ്പം കഴിഞ്ഞ കൊല്ലം ഞാൻ ഇതിനൊന്നും ചേർത്തില്ല. എനിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല എന്ത് ചെയ്യണമെന്നുള്ളത്. ഞാൻ ആകെപ്പാട് ചെറുതായിരുന്ന സമയത്ത് പഠിച്ചുകൊണ്ടിരുന്ന ടൈമിലെന്ന് പറഞ്ഞാൽ ഡാൻസ് എന്ന് പറഞ്ഞ പ്രോഗ്രാം മാത്രമേ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്കിതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലായിരുന്നു. എന്തായാലും ഇത്തവണ നമ്മുടെ പല ആഗ്രഹങ്ങളും സാധിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കോമ്പറ്റീഷൻ ചേർത്തിട്ടുണ്ട് ഫാൻസി ഡ്രസ്സിന്. അതുകൊണ്ട് കുഴപ്പമില്ലാണ്ട് മോശമില്ലാണ്ട് തന്നെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിലും അത് എങ്ങനെ എടുക്കണം, ഇതിൻ്റെ പെർഫെക്ഷനോ അല്ലെങ്കിൽ സംസാരിക്കേണ്ട രീതിയോ ഇതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ എന്താ പറയുക, ഒന്ന് തുടക്കക്കാരിയാണ്. എനിക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും അറിയത്തില്ല. അറിയുന്ന പോലെ ഞാനിങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം കുറ്റവും കുറവൊക്കെ ഉണ്ടാവും, നിങ്ങൾ ക്ഷമിക്കുക. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുകയാണെങ്കിൽ നമ്മൾ അടുത്ത തവണ അത് പരിഹരിക്കാൻ നോക്കുന്നതാണ്. ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ നമ്മുടെ പാറുക്കുട്ടൻ ഡോക്ടറിൻ്റെ കോട്ടൊക്കെ ഇട്ടിട്ട് ഇപ്പം സ്റ്റേജിലേക്ക് വരും. 2 വാക്ക് സംസാരിക്കുന്നുണ്ട്. ആദ്യം പറഞ്ഞപ്പോൾ പുള്ളിക്കാരത്തിക്ക് മടിയായിരുന്നു ചെയ്യാനായിട്ട്. പിന്നെ സംസാരിക്കുന്നുണ്ട്. ഞാൻ ഓർത്ത് സ്റ്റേജിൽ പഠിപ്പിച്ചെടുത്ത് തന്നെ ഒരു കണക്കിനാണ്. അപ്പം ഞാൻ ഓർത്തത് ഫാൻസി ഡ്രസ്സിന് ഡയലോഗൊന്നും വേണ്ടെന്ന് ഓർത്തേ. പിന്നെ അങ്ങ് പഠിപ്പിച്ചു. ആൾ പറഞ്ഞു. അപ്പോൾ പാറുക്കുട്ടൻ സ്റ്റേജിൽ വന്നിട്ടുണ്ട്. ആൾ സ്മാർട്ടായിട്ട് നിന്ന് പഠിപ്പിച്ചു കൊടുത്തത് അതേപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് പിന്നെ ചെറിയ പരിപാടികൾക്ക് ചേർക്കാമെന്ന് പറഞ്ഞാൽ പിള്ളേരുടെ സ്റ്റേജ് ഫിയറും ക്രൗഡിനെ ഫേസ് ചെയ്യാനുള്ള ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ മാറിക്കിട്ടും. ഒരു കോൺഫിഡൻസ് വരും. അപ്പം ഞാൻ ആളെ ഒന്നും ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കാറില്ല. ഇതേപോലെ എന്തെങ്കിലും പ്രോഗ്രാംസൊക്കെ വരുമ്പോഴത്തേനും ഞാൻ ആളുടെ അടുത്ത് ചോദിക്കും. അവൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയുള്ള ഹെൽപ്പ് ചെയ്ത് ഞാൻ നിൽക്കാറുണ്ട്. നമുക്കറിയുന്ന പോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കാനും മാക്സിമം അവളെ പ്രോത്സാഹിപ്പിക്കാനും ഞാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ പഠിത്തത്തിന് വേണ്ടി മാത്രം ഞാൻ ഫോഴ്സ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ.
എല്ലാവരും കണ്ടിട്ട് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ നമ്മളെ അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഏത് തരം വീഡിയോസ് കാണാനാണ് കൂടുതൽ താല്പര്യം എന്നുള്ളത് കമൻറ്റിലൂടെ പറയുകയാണെങ്കിൽ, എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ, നമുക്ക് പറ്റിയതാണെങ്കിൽ മാക്സിമം ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവർക്കും നന്ദി.